അകലെയോ. ഈ ചേച്ചി മരിച്ചു എന്ന് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരാഴ്ചത്തോളം ഞങ്ങൾ അവിടെ തെരഞ്ഞതാണ്, എന്നിട്ടും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ 6 മാസമാണ് ഞങ്ങളുടെ ഇച്ചായൻ കിടന്നത്. ഇച്ചായനൊന്ന് കണ്ണ് തുറന്നെങ്കിൽ എന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. അപ്പച്ചനും അമ്മച്ചിയും ഇച്ചച്ചിയുടെ മരണം അറിഞ്ഞ് തളർന്നതാ. ഇച്ചായനെ കൂടി തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അവിടെ തീരുമായിരുന്നു ആ 2 ജീവനും. 6 മാസം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഇച്ചായൻ ആദ്യം ചോദിച്ചത് ഇച്ചേച്ചിയാ. എന്താ ഞങ്ങളുടെ ഇച്ചായനോട് പറയേണ്ടത്? ഇച്ചേച്ചി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നോ? ഇച്ചായൻ ഞങ്ങളോട് ഒരുപാട് ചോദിച്ചു ഇച്ചേച്ചി എവിടെയെന്ന്. അവസാനം ഞങ്ങൾ പറഞ്ഞു ആക്സിഡന്റിൽ ഇച്ചേച്ചി പോയെന്ന്. അതിനുശേഷം ഒരു മരവിച്ച അവസ്ഥയായിരുന്നു ഇച്ചായൻ. 2 വർഷം ആരോടും സംസാരിക്കാതെ, ഓഫീസിൽ പോലും പോകാതെ ഇച്ചായന്റെ റൂമിൽ മാത്രം ഒതുങ്ങിക്കൂടി. ഇച്ചായൻ ഒരു തരം ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചായന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അപ്പച്ചനും അമ്മച്ചിക്കും വല്ലാതെ തളർന്നു പോയിരുന്നു. പിന്നീട് വീണ്ടും ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്, മെഡിസിൻസ്, അങ്ങനെ വീണ്ടും 1 വർഷം. ആദ്യമെല്ലാം ഇച്ചായൻ ഒരിക്കൽ പോലും മെഡിസിൻസിനോട് റെസ്പോൺസ് ചെയ്തില്ലായിരുന്നു. പിന്നീട് മെഡിസിൻസിനോടെല്ലാം റെസ്പോൺസ് ചെയ്തു. അങ്ങനെ പിന്നീട് ഓഫീസ്, വീടുമായി, പിന്നെ പള്ളിയിലേക്കൊക്കെ പോയി തുടങ്ങിയത്. ഈ ചേച്ചിയെ ഞങ്ങളുടെ കൂടെ അയച്ചൂടെ? കോട്ടയത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ചികിത്സിച്ചോളാം. നിങ്ങൾ ആരെന്ന് പറഞ്ഞ ലച്ചു ചേച്ചിയെ കൊണ്ടുപോകുന്നത്? ചേച്ചി നിങ്ങളുടെ കൂടെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ കൊണ്ട് വിച്ചു പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. ലച്ചു ഒരിക്കലും നിങ്ങളുടെ കൂടെ പോരില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ലച്ചുമോൾക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതം എങ്ങനെയായിരുന്നോ ഒന്നും അവക്കറിയില്ല. കല്യാണം കഴിഞ്ഞതും ഇങ്ങനൊരു ഫാമിലി ഉള്ള കാര്യവും ഒന്നും ലച്ചുമോൾക്ക് അറിയില്ല. ഈ ചേച്ചി ഒരിക്കൽ പോലും ഞങ്ങളെ തിരിച്ചറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ലച്ചുവിന്റെ ഓർമ്മകൾ അവൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഒരിക്കൽ പോലും ആ ഓർമ്മകൾക്ക് നമ്മൾ പ്രഷർ ചെയ്തുകൊണ്ട് ഒരിക്കലും അവളുടെ ഓർമ്മകൾ തിരിച്ചു വരില്ല. അങ്ങനെ ചെയ്ത അത് ലച്ചുമോൾക്ക് തന്നെയാണ് ദോഷം. പിന്നെ എന്ത് ചെയ്യാന്നാ നിങ്ങൾ പറയുന്നത്? മിഴിയുടെ ഓർമ്മകൾ എങ്ങനെ തിരികെ കൊണ്ടുവരും? 6 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പല രീതിയിലും റീക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാ 6 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ചേച്ചിയുടെ മുന്നിൽ റീക്രിയേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ പഴയ കാര്യങ്ങൾ ചേച്ചിയുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാതെ തിരിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഓർമ്മകൾ തിരികെ കിട്ടിയിട്ടില്ലെങ്കിലോ? നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ തെറ്റാ. തിരിച്ചു കിട്ടും. കാരണം ചേച്ചിയുടെ ഓർമ്മകൾ 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളുണ്ട്. അതിലേക്ക് കണക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഓർമ്മകൾ ഇല്ലാത്തത് കൊണ്ടാണ് 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ ചേച്ചിയുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യാത്തത്. അത് തന്നെ, നമ്മൾ മറന്നുപോയ കാര്യങ്ങളെ അതിലോട്ട് കണക്റ്റ് ആയ വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും. എന്നാൽ ലച്ചുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 6 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാൻ അവൾക്ക് ഇപ്പോൾ ഒരു ഓർമ്മയില്ല. അതുകൊണ്ടാണ് 6 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അവൾ ഓർത്തെടുക്കാത്തത്. അതിലോട്ട് കണക്റ്റ് ആയ എന്തെങ്കിലും ഒന്ന് കിട്ടാത്തത് കൊണ്ടാണ് ലച്ചുവിന്റെ തലച്ചോറ് അതിനോട് പ്രതികരിക്കാത്തത്. അങ്ങനെ ഇപ്പൊ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, വിരോധം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. വിരോധം ഉണ്ടായിട്ടല്ല, നന്ദി മാത്രമേ ഉള്ളൂ നിങ്ങളോട്. എൻ്റെ ഈ ജന്മത്തിന്റെ അവകാശിയെ തിരിച്ചു നൽകിയതിന് അതെത്ര പറഞ്ഞാലും മതിയാവില്ല. എന്താ മോനെ ഈ പറയുന്നത്? ലച്ചുമോളും എന്റെ മോള് തന്നെയാ.
തന്നെയെന്നല്ല, അവൾ എന്റെ മോളാ. പിന്നെ ഒരു ജീവൻ എന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ സംരക്ഷിച്ചിരിക്കും. അതുതന്നെയാ ഞാൻ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. 6 വർഷം ഞാൻ അനുഭവിച്ചതിനും സഹിച്ചതിനെല്ലാം ഇന്ന് കർത്താവ് എനിക്കൊരു മറുപടി തന്നിട്ടുണ്ട്. ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അതിലും വലുത് എനിക്കിനി വേണ്ട. അച്ഛാ, ലച്ചുവേച്ചിയോട് എന്താ പറയുക? ലിച്ചുവിനോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങള് നാളെ തന്നെ ഇങ്ങ് പോന്നോളൂ. പിന്നെ ഒരു കാര്യം കൂടെ, ലച്ചുമോളെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയ ഒരാളെ കൂടെ നിങ്ങൾ കാണാനുണ്ടാകും. ആരെ? അല്ല, ആരിത്? മുത്തച്ഛന്റെ അല്ലൂട്ടനോ? എന്തിനാ വന്നത്? ആടല്ലേ? എന്താവാ, നമുക്ക് പോയി ആ ദേഷ്യം മാറ്റി കൊടുക്കാം. ഇതൊക്കെ മുത്തശ്ശന് വേണ്ട കുറച്ച് ആളുകളാട്ടോ. അല്ലൂട്ടാ, അവരിവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് പോയി ലച്ചുവിന്റെ ദേഷ്യം മാറ്റണ്ടേ? ആ കുട്ടി, അത് സംശയിക്കണ്ട, ലച്ചേച്ചിയുടെ മകൻ അൻവിക്, ഞങ്ങളുടെ അല്ലൂട്ടൻ. എന്റെ കുഞ്ഞ്. ഞങ്ങളുടെ ലച്ചേച്ചിയുടെ ജീവനാ അവൻ. ലച്ചേച്ചിക്കുണ്ടായ ആക്സിഡന്റ് അതാരെങ്കിലും മനഃപൂർവ്വം നടത്തിയതാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം അത് അല്ലൂട്ടനാണ്. ഞങ്ങൾ കരുതി ഗർഭിണിയായിട്ട് ആരെങ്കിലും കൊല്ലാൻ നോക്കിയതാണെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ഈ ചേച്ചി ഗർഭിണിയാണെന്ന് ഞങ്ങൾക്കൊരിക്കലും അറിയില്ലായിരുന്നു എന്നല്ലേ? മനസ്സിലായി. 6 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കഥ പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ പറഞ്ഞില്ല ലച്ചേച്ചി ഗർഭിണിയാണെന്ന്. ചേച്ചി ഗർഭിണിയായിരുന്നെങ്കിൽ നിങ്ങളത് പറയുമായിരുന്നു. എന്നാ ഒരിക്കൽ പോലും നിങ്ങളത് പറഞ്ഞില്ലായിരുന്നു. ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ 2 മാസം കഴിഞ്ഞിരുന്നു. പിന്നെ അത്രയും വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടും കുഞ്ഞിനൊന്നും സംഭവിക്കാതെ ഇരുന്നത് ആരുടെയോ ഭാഗ്യം. എനിക്ക് മിയെ ഒന്ന് കാണണം. വരൂ. ദേ ചേച്ചി വരുന്നു. എന്താടി, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? അത് ചേച്ചി
അല്ല, ഇവർക്കെന്താ ഇവിടെ കാര്യം? ഇവരെന്തിനാ വന്നത്? അത് മോളെ, നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഈ വീടും സ്ഥലവും വിൽക്കുന്നില്ലാന്ന്. പിന്നെ എന്തിനാ വന്നതേ? ലച്ചു, അവരതിനല്ല വന്നത്. പിന്നെ ലച്ചു, നീ ഒന്ന് വന്നേ, ഞാൻ പറയാം. എന്താടാ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, നീ എന്തിനാ അവളെ നോക്കിയത്? അല്ലടാ, നീ അവളെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എവിടെയെങ്കിലും കണ്ട് നല്ല പരിചയം. ഒന്ന് പോടാ, പെമ്പിള്ളേരുടെ മുഖത്തേക്ക് നോക്കുന്ന പരിപാടി ഞാൻ എന്നെ നിർത്തിയതാ. ഓ ഈ തെണ്ടി. എടാ, നിന്നോട് അവളെ വളച്ചോണ്ട് വരാനല്ല പറഞ്ഞത്, അവളുടെ മുഖത്തേക്ക് നോക്കാനാ പറഞ്ഞത്. ഓ ഇവനെ കൊണ്ട്. ആ നോക്കി, എന്താ കാര്യം? നോക്കിയിട്ട് നിനക്ക് ഒന്നും തോന്നിയില്ല? എടാ, എസ്രച്ചാന് വിഗ് വെച്ചാ എങ്ങനെ ഉണ്ടാവും? അതുപോലെയല്ലേ അവളുടെ ഫേസ്? ശരിയാടാ, അതുപോലെ തന്നെ ഉണ്ട്. രണ്ടും ഒരുപോലെ ഉണ്ട്. ഒന്ന് ആണാണെങ്കി ഒന്ന് പെണ്ണ്. ഇനി എങ്ങാനും അപ്പച്ചന്. ഒന്ന് പോടാ, അമ്മച്ചി അറിയണ്ട നീ ഇങ്ങനെ പറഞ്ഞത്. പള്ളി സെമിത്തേരിയിലേക്ക് നിനക്കൊരു കുഴി അടിക്കേണ്ടി വരും. മോൻ അവനെവിടെ? അപ്പുറത്തെ പിള്ളേരുടെ കൂടെ കളിക്കുന്നുണ്ടാവും. ഇതവന്റെ പ്ലേ ടൈമാണ്. രാവിലെ തന്നെ ഇറങ്ങും കളിക്കാം. പിന്നെ ഉച്ചയ്ക്ക് നോക്കിയാൽ മതി. അതും ചേച്ചി വിളിച്ചോണ്ട് വരണം. നിങ്ങൾ എന്തിനാ അയാളിൽ നിന്നും ഞങ്ങളുടെ വീടും സ്ഥലവും തിരികെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത്? ഞങ്ങൾക്കാരുടെയും ഔദാര്യം വേണ്ട. അയാളുടെ പൈസ തിരികെ കൊടുക്കുന്ന് ദുർഗ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഒന്ന് നിന്നേ. 30 ലക്ഷം, അതാണ് തൻ്റെ അച്ഛൻ ശേഖരന് കൊടുക്കാനുള്ള പൈസ. അത് തനിക്ക് കൊടുക്കാൻ പറ്റും എന്നാണോ താൻ പറയുന്നത്? എന്താ, അത്രയ്ക്കും വലിയ തുക ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അയാളുടെ പൈസ തിരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. നിങ്ങൾ 4 പേരും ദാ ഈ നിൽക്കുന്ന മനുഷ്യന്റെ സമ്പാദ്യം കൂട്ടിവെച്ചാലും അയാളുടെ പൈസ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? ഞാൻ ഇപ്പൊ തീരുമാനിച്ച ഈ വീടും സ്ഥലവും ഇവിടെ കാണും, കൂടെ നിങ്ങളും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാം. ലച്ചു മോളെ, ഞാൻ പറഞ്ഞതല്ലേ. നമ്മളെ സഹായിക്കാൻ ഇവരാരാ? ഇവർക്കെന്താ ഇതില് കാര്യം? വീടും സ്ഥലം വാങ്ങിക്കാൻ വന്നവരാണെങ്കിൽ അത് നോക്കി പോവാം, അല്ലാതെ വീട്ടിൽ കയറി ഭരിക്കേണ്ട ആവശ്യമില്ല. എന്നാ വീടും സ്ഥലവും പോകുന്നത് കാണേണ്ടി വരും. അപ്പോഴും ഇത് അഹങ്കാരം തന്നെ വേണം. താൻ അവസരം മുതലെടുക്കുകയാണല്ലേ. തോറ്റു തരുമെന്ന് കരുതണ്ട താൻ. താൻ തോറ്റൊന്നും കരുതണ്ടോ. പിന്നെ ഇതെന്റെ ജയാണെന്നും കരുതണ്ട. നമ്മൾ തമ്മിലുള്ള ഒരു കോംപ്രമൈസ് അങ്ങനെ കരുതിയാ മതി. എന്റെ ലക്ഷ്യം അത് പൂർത്തിയായ ഞാൻ തന്നെ ഈ വീടും സ്ഥലവും നിങ്ങളുടെ പേരിൽ എഴുതി തരും. തന്റെ ലക്ഷ്യം അത് എന്തു ആയിക്കോട്ടെ, അത് കഴിഞ്ഞാ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. പിന്നെ ഒരു കാര്യം കൂടെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കിയ അന്ന് എന്നെ നിങ്ങൾ അറിയും. ഞങ്ങളെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ഞാൻ തരുന്ന വാക്ക്. അങ്ങനെ ആയാ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് മോനെ ഒന്ന് കാണണമായിരുന്നു. അവനെ ഒന്ന് ഞാൻ വിളിച്ചിട്ട് വരാം. ഞാനിപ്പോ വരാം. അല്ലൂട്ട, ഇതൊക്കെ ആരാന്ന് ചോദിച്ചാ അല്ലൂട്ടൻ തന്നെ ചോദിച്ചു നോക്ക്, അവര് പറഞ്ഞു തരും. പിന്നെ അല്ലൂട്ട, അവര് മോന്റെ ആരാന്ന് കൂടെ ചോദിക്കേ.
അത് കല്ലൂട്ടൻ തന്നെ ചോദിച്ചു നോക്ക്. ഹായ്, ഞാൻ അൻവിക്, സൺ ഓഫ് ദുർഗാലക്ഷ്മി. അങ്കിളിന്റെ പേരെന്താ? അങ്കിളല്ല, ചാച്ചന. മോന്റെ ചാച്ചന്മാരാ ഞങ്ങള്. എന്റെ ചാച്ചനോ? അതെ, മോന്റെ ചാച്ചനാ ഞങ്ങള്. അപ്പൊ നിങ്ങളൊക്കെ എന്റെ ചാച്ചന്മാരാ? അതേടെ ചക്കരേ, ഞങ്ങളെല്ലാം ഈ അല്ലൂട്ടന്റെ ചാച്ചന്മാരാ. അപ്പൊ ഇത് എന്റെ ചാച്ചനാണോ? അല്ല, അതാണ് അല്ലൂട്ടന്റെ അച്ഛൻ. അല്ലൂട്ടന്റെ അച്ഛനോ? അതെ, അല്ലൂട്ടൻ എപ്പോഴും ലച്ചുവിനോട് ചോദിക്കാറില്ലേ അല്ലൂട്ടന്റെ അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന്. അതുകൊണ്ടാണ് അല്ലൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛനും അച്ഛൻ്റെ അനിയന്മാരൊക്കെ വന്നത്. ആടെ ചക്കര, എന്റെ കുഞ്ഞൂസിന് മാത്രം അപ്പയാടാ. അച്ഛന്റെ ഇത്രയും നാളും വരാഞ്ഞ് അല്ലൂട്ടനെ കാണാന്. അത് മോനെ, അച്ഛ അത് ഞാൻ പറയാം. അതുണ്ടല്ലോ അല്ലൂട്ടാ, അച്ഛയും ലച്ചൂസും തമ്മിൽ ചെറിയൊരു അടി ഉണ്ടായി. അതുകൊണ്ടാ അച്ഛ വരാഞ്ഞത്. അടി ഉണ്ടാക്കിയെന്നോ? എന്തിനാ അടി ഉണ്ടാക്കിയത്? അതോ, അച്ഛ പറഞ്ഞു ലച്ചൂസിനേക്കാളും കാണാൻ ഭംഗി അച്ഛയാണെന്ന്. അതും പറഞ്ഞാ ലച്ചൂസ് അടി ഉണ്ടാക്കിയത്. അയ്യേ, ഈ ചെറിയ കാര്യത്തിനാണ് നിങ്ങൾ വായിക്കിട്ടത്. അച്ഛ കള്ളം പറഞ്ഞു. ലച്ചൂസിനെ കാണാൻ തന്നെയാണ് ഭംഗി. എന്റെ ലച്ചൂസ് വേൾഡ് വൈഡ് ഹാൻഡ്സ് ആണല്ലോ. അതെ, അല്ലൂട്ടന്റെ ലച്ച് തന്നെയാ സുന്ദരി. എന്റെ മിഴിയും. പിന്നെ അല്ലൂട്ടാ, അച്ഛ വന്ന കാര്യം ലച്ചുവിനോട് പറയരുത് കേട്ടോ. അതെന്താ ലച്ചുവിനോട് പറഞ്ഞ? അതുണ്ടല്ലോ അല്ലൂട്ടാ, ലച്ചു അച്ഛൻ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ടാ പറയരുതെന്ന് പറഞ്ഞത്. ഗെയിമോ? എന്ത് ഗെയിമാ കളിക്കുന്നത്? ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ഈ ഗെയിമിൽ ഇവരിൽ ആരാദ്യം മിണ്ടും എന്നതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. ലച്ചു മിണ്ടാതിരിക്കാൻ നോക്കും, പിന്നെ അറിയാത്ത പോലെയൊക്കെ നിൽക്കും. അതെല്ലാം ഈ ഗെയിമിന്റെ ഒരു ഭാഗമാണ്. ആണോ? എന്നാ ഞാൻ ലച്ചുവിനോടൊന്നും പറയില്ല. ലച്ചു തന്നെ അച്ഛയോട് സംസാരിക്കട്ടെ ആദ്യം. എന്നാ അല്ലൂട്ടൻ പോയി കളിച്ചോ. അച്ഛേ, ചാച്ചൻ പോയിട്ട് വരാവേ. ഇതാ അന്ന് ചേച്ചിയുടെ കഴുത്തിലുണ്ടായിരുന്നതാണ്. അന്ന് അറിയില്ലായിരുന്നു ഇതിലെ ഈ എന്ന ലെറ്ററിന് ഇങ്ങനെ ഒരു അവകാശം ഉണ്ടാകുമെന്ന്. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാവുമോ? എന്താന്ന്? ഉച്ചയ്ക്ക് കഴിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി അരി ഇടാനായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. ആ മോളെ, അവരുണ്ടാകും. അതാണ്ട് പറഞ്ഞാ പോരെ. അല്ല, എന്റെ മക്കളൊന്ന് അടുക്കളയിലോട്ട് വരുമോ? ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ല അവിടെ കഴിക്കാനുള്ളത്. അത് ഓർത്താ നല്ലത്. ഇതാ വരുന്നു. ചേച്ചി അവിടെ നടന്നോ. എന്നാ അങ്ങോട്ട് നടക്ക്. ചേച്ചി നടന്നോ, ഞങ്ങൾ പുറകെ എത്തിക്കോളാം. കേട്ടില്ലേ പറഞ്ഞത്? എന്നാ നടക്ക്. അത് തന്നെ, ഞങ്ങൾ പുറകെ ഉണ്ടെന്ന് കരുതി അടുക്കളയിലേക്കാണ് നടന്നോ. എടി, നിന്ന് നന്ദനം കളിക്കാതെ മര്യാദയ്ക്ക് അടുക്കളയ്ക്ക് നടന്നോ. മക്കള് വാ, നമുക്ക് ആ ഹാളിലോട്ട് ഇരിക്കാം. ഞാൻ അപ്പച്ചനെയും അമ്മച്ചയും ഒന്ന് വിളിച്ചു പറയട്ടെ ഈ കാര്യം. അത് തന്നെ അവർക്കായിരിക്കും ഈ വാർത്ത കേട്ട ഏറ്റവും കൂടുതൽ സന്തോഷാവുന്നത്. കൂടെ ഒരു ട്രോഫി കൂടി കിട്ടിയിട്ടുണ്ട്, അത് പറയാൻ മറക്കണ്ട. മോനെ, ആ ശേഖരൻ, അവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ വീടും സ്ഥലം കിട്ടാൻ വേണ്ടി
അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അയാളുടെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്ത പിന്നെ എന്ത് ചെയ്യാൻ അയാള്? അത് തന്നെ 2 ദിവസത്തിനുള്ളിൽ അയാളുടെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് വീടിന്റെ ആധാരം അത് നമ്മൾ തിരിച്ചു വാങ്ങിയിരിക്കും. മോനെ അത് അച്ഛനൊന്നും പറയണ്ട, ഇനിയുള്ള കാര്യങ്ങൾ അത് ഞങ്ങൾ നോക്കിക്കോളാം. അപ്പച്ചനും അമ്മച്ചിക്കും ഒരുപാട് സന്തോഷമായി. അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ആയിട്ടില്ല ഈ ചേച്ചി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. പിന്നെ കൂടെ ഒരു ട്രോഫി ഉണ്ടെന്നും പറഞ്ഞു. അപ്പോ അതിലേറെ സന്തോഷം. ഈ ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് പറഞ്ഞില്ലേ നീ? അതും പറഞ്ഞു ഞാൻ. അത് പറഞ്ഞപ്പോ അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞത് വരണ്ടാന്ന്. എന്നിട്ട് അപ്പച്ചൻ എന്താ പറഞ്ഞത്? എന്നാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ പഴയ മോളായിട്ട് കൊണ്ടുവന്നാ മതിയെന്ന് പറഞ്ഞു. അച്ഛേ, ചോറ് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാരും വാ, കഴിക്കാനിരിക്കാം. എന്നാ ബാക്കി സംസാരം കഴിച്ചിട്ടാവാം. മക്കള് വാ. ആ അല്ലൂട്ടനും ഉണ്ടല്ലോ ഫുഡ് കഴിക്കാന്. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? അച്ഛൻ ഫുഡ് കഴിക്കണ്ടേ? പിന്നല്ലാതെ നമുക്ക് ഫുഡ് കഴിച്ച് വലിയ ആളാവണ്ടേ? അല്ലൂട്ടാ, ലച്ചു കേൾക്കരുതിട്ടോ അച്ഛന്ന് വിളിക്കുന്നത്. ഇല്ല മുത്തശ്ശ, ലച്ചു അടുക്കളയിലുണ്ട്. ഞാനത് കണ്ടിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് കറികളൊക്കെ ഇഷ്ടാവോന്നറിയില്ല, ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണേ. ഏയ് എന്ത് പ്രശ്നം? അതൊന്നും കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? ഇഷ്ടല്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയുന്നതാ എന്റെ ശീലം. ആണോ? എന്നാ ചേച്ചി ഇപ്പൊ വരും, അപ്പൊ നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. കറി ഉണ്ടാക്കിയതേ ചേച്ചിയാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ചോദിച്ചു വാങ്ങിയതല്ലേ. നിങ്ങൾ ഇരിക്കുന്നില്ലേ? ഞങ്ങൾ ഇരുന്നോളാം, നിങ്ങൾ കഴിക്കേ. മിഴിയെ കണ്ടില്ല. ചേച്ചി ഇപ്പൊ വരും. അല്ലൂട്ടൻ എന്താ ചോറ് കഴിക്കാത്തത്? എന്താ അല്ലൂട്ട, എന്താ ചോറ് കഴിക്കാത്തത്? അവന് ചേച്ചി വാരി കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ. ലച്ചു എവിടെ? എനിക്ക് ലച്ചു വാരി തന്നാ മതി. അയ്യടാ, ഒരു കിള്ള വന്നിരിക്കുന്നു. എന്താടാ, ചേച്ചി വാരി തന്നാ മാത്രമേ നീ കഴിക്കത്തുള്ളൂ? എനിക്ക് ലച്ചു വാരി തന്നാ മതി. ലച്ചു എവിടെ? ചേച്ചിയാ ഇവൻ ഈ ഒരൊറ്റൊരു കാര്യത്തിൽ ഇങ്ങനെ വഷളാക്കിയത്. അല്ലൂട്ട, അച്ഛ വാരി തന്നാ മതിയോ? വേണ്ട, എനിക്ക് ലച്ചു വാരി തന്നാ മതി. എന്തിനാ എന്റെ അല്ലൂട്ട ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഞാനിതാ വരല്ലേ. ലച്ചു വാരി താ. ആ എന്നാ എനിക്കും വേണം. ആ എന്നാ ഞങ്ങൾക്ക് രണ്ടാക്കും വേണം. ഈ ചായ ഈ ഒരു കാര്യത്തില് അല്ലൂട്ടനെ മാത്രമല്ല ഈ ചേച്ചി വഷളാക്കിയിരിക്കുന്നത്. ഏട്ടന്മാർ ഈ റൂം എടുത്തോ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള റൂം അപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചു, ഞങ്ങളൊരു ബുദ്ധിമുട്ടായോ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടോ? ഞങ്ങൾക്കോ? എന്തിന്? ഞങ്ങൾക്ക് 4 ഏട്ടന്മാരെ കിട്ടിയില്ലേ. പിന്നെ രാത്രിയിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. എന്നാ ശരി. എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതെ, എന്നാ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ?
വെള്ളവും ഗ്ലാസും വിച്ചേച്ച് റൂമിൽ വെച്ചിട്ടുണ്ട്, അവിടെ ചെന്നാ കിട്ടും. എന്നാ മോള് പോയി കിടന്നോ. ശരി ഏട്ടാ. അവൻ്റെ ഒരു വെള്ളം കുടിപ്പിച്ച് കിടത്തുന്നുണ്ട് ഞാൻ. അല്ലൂട്ടാ, നീ വെറുതെ വാശി പിടിക്കാതെ കിടക്കാൻ നോക്ക്. ഇല്ല, ഞാൻ കിടക്കില്ല. എന്താ ചേച്ചി, എന്താ പ്രശ്നം? എന്ത് സ്ഥിരമുള്ളത് തന്നെ പാട്ട് പാടി കൊടുക്കണം, അതുതന്നെ. എന്നാ പാടി കൊടുത്തേക്ക്. എന്നും ചേച്ചിയല്ലേ ആര് പാട്ട് പാടി കൊടുക്കാറുള്ളത്? ഓ പിന്നെ, എന്നും പാടി കൊടുത്താലേ അത് ശീലാകും. പാട്ട് കേൾക്കാതെ എന്റെ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങിയാ മതി. ഈ ലച്ചുന് എന്തൊരു ജാടയാ. ലച്ചു പാടണ്ടെങ്കിൽ പാടണ്ട, എനിക്കെന്റെ അപ്പ പാടിത്തരല്ല. അപ്പേ ആര്? അല്ലൂട്ടാ നിക്ക്. അവനിപ്പോ ആരെയാ ആ പറഞ്ഞത്? ഓ എന്റെ ചേച്ചി, അവനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേക്ക്. അപ്പേ അപ്പേ അല്ലൂട്ടനാണല്ലോ. അതെന്താ ഈ നേരത്ത്? അല്ലൂട്ടാ, എന്താ കാര്യം? എന്തേ ഉറങ്ങിയില്ലേ? അപ്പേ, എനിക്കൊരു പാട്ട് പാടിത്തരോ? ആ ബെസ്റ്റ്, അപ്പന് പറ്റിയ മോൻ തന്നെ. പാടിത്താ. പാടിത്തരോ? അതെന്താ ഇപ്പൊ പാട്ട് കേൾക്കാനൊരാഗ്രഹം? അതുണ്ട് ലച്ചു. ലച്ചു എന്നും പാടിത്തരാറ്. ഇന്ന് പാടിത്തന്നില്ല, അതാ ഞാൻ അച്ഛയുടെ അടുത്തേക്ക് വന്നത്. പാടിത്താ. എന്താ ചായ? എന്താ അല്ലൂട്ടാ, ഉറങ്ങിയില്ലേ? അല്ലൂട്ടിനൊരാഗ്രഹം, അതിനാ പാള് വന്നത്. എന്താഗ്രഹം? അവന്റെ അച്ഛനെ അവനൊരു പാട്ട് പാടിക്കൊടുക്കണല്ലോ. നിങ്ങളാരും കിടന്നില്ലായിരുന്നോ? കേട്ടെന്നാ ഞങ്ങൾ ഇതുപോലെ വടി പോലെ നിൽക്കുവോ? അയ്യേ, ചെറിയമ്മ ശശിയായേ. അല്ലെങ്കിലും അല്ലൂട്ടന്റെ ചെറിയമ്മക്ക് തീരെ ബുദ്ധിയില്ല. എവിടെ എന്താ പറയണ്ടെന്ന് ഒരു ബോധമില്ല. ഓ, ഇതിനൊന്ന് കൈ കിട്ടി ചവിട്ടി കൂട്ടേന്നു. ബോധമില്ലാതെ തന്റെ മാറ്റവക്ക്. അത് ലച്ചോട്ടൻ വിളിച്ചപ്പോ എണീറ്റു. മിഴി എവിടെ? ഇവനോടുള്ള വാശിക്ക് റൂമിൽ ഇരിക്കണ്ട്, അവിടുന്ന് തെറ്റിപ്പോന്നതാ ഇങ്ങോട്ട്. അല്ലൂട്ടാ വന്നേ, ലച്ചു റൂമിൽ ഒറ്റയ്ക്കാണ്. ചെറിയമ്മ പൊക്കോ, എനിക്ക് അച്ഛ പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അല്ലൂട്ടാ. വിച്ചു, താൻ പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. വിച്ചു, ഇന്നലെ വന്നവരൊന്നും എണീറ്റില്ലേ? അത് അറിയില്ല ചേച്ചി. എന്നാ നീ ഈ ചായ ഒന്ന് കൊണ്ടുകൊടുക്ക്. പിന്നെ ആ കൊച്ചുവിനെ ഒന്ന് വിളിച്ചേക്കേ, അവൾക്ക് നേരായിട്ടുണ്ടാവൂല. ഏട്ടാ ഏട്ടാ. ഗുഡ് മോർണിംഗ്. ചായ. ഉറക്കം ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഇല്ലടോ, നല്ലൊരു ഉറക്കായിരുന്നു. പിന്നെ മിഴി എവിടെ? ചേച്ചി കിച്ചണല്ല. അല്ലൂട്ടനോ? എണീറ്റിട്ടില്ല. എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒന്നുകൂടെ ഉണ്ടല്ലോ, അതെവിടെ പോയി? ഹലോ, ആരെയാ നോക്കുന്നത്?
ഉണ്ടായിരുന്നോ? അല്ല, ചായ? ചായ ഞാൻ കുടിക്കാറില്ല. ഒരു കോഫി കിട്ടിയാ നന്നായിരുന്നു. ഇവിടെ ഇപ്പൊ ഇതേ കിട്ടത്തുള്ളൂ. കുടിക്കാൻ പറ്റുകയാണെങ്കിൽ കുടിച്ചാ മതി. എന്താടീ പറഞ്ഞത്? എന്താടിയെന്നോ? എന്താടോ താൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? വേണമെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് ആ കപ്പും കൊണ്ട് താഴോട്ട് വാടോ. കൊച്ചു കൊച്ചു എടി എണീക്കടി. ചേച്ചി ഒരു 5 മിനിറ്റ് കൂടെ. നീ ഇവിടെ കിടന്ന അടുത്തതേ ചട്ടം കൊണ്ട് ലച്ചു ചേച്ചി ആവും വരുന്നതേ. അയ്യോ ലച്ചു ചേച്ചി. എനിക്ക് വാരി തരുവോ? പിന്നെന്താ, വാരി തരാലോ. പോട പട്ടി, തേണ്ടി, ചറ്റ, നായിന്റെ മോനെ. ഇനി നീ എന്നെ വിളിച്ചാലുണ്ടല്ലോ ഫോൺ വെക്കട പട്ടി. ഓരോ നാറുകൾ ഇറങ്ങിക്കോളും രാവിലെ തന്നെ. മിച്ചു, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല അച്ഛാ, അത് റോങ് നമ്പർ ആയിരുന്നു, അതാ. വിച്ചു, നീ ഇന്ന് പോകുന്നുണ്ടോ സ്കൂളിലോട്ട്? ആ ചേച്ചി പോകുന്നുണ്ട്. മറ്റന്നാൾ സ്കൂൾ അടയ്ക്കല്ലേ, അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്, അതാ. അല്ല, നിങ്ങൾ രണ്ടുപേരോ പോകുന്നുണ്ടോ? ആ ചേച്ചി ഞാനും പോകുന്നുണ്ട്. ഉച്ചവരെ ക്ലാസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തണ്ട്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല, പോകുന്നുണ്ടാവില്ല അല്ലേ? ഞാൻ പോകുന്നുണ്ട്, ഒരു ചെറിയ പണിയുണ്ട്. എങ്ങോട്ട് പോകുന്നുണ്ടെന്നേ? അത് ചേച്ചി ശ്രുതിയുടെ കൂടെ ഒന്ന് പോണം, ഒരു ബുക്ക് റെഫർ ചെയ്യാൻ പോണം, അതാ. ചോറ് കഴിക്കാനാകുമ്പോഴത്തേന് എന്തായാലും ഞാൻ എത്തും. ഓ, അതിന് മാത്രം എന്താ കൃത്യനിഷ്ഠത. നിങ്ങളെല്ലാരും ഇങ്ങനെ ഇരിക്കാതെ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒന്ന് പറ. അച്ഛേ, ലച്ചുവിനോട് സംസാരിക്കണ്ടേ? സംസാരിക്കണം, പക്ഷെ എങ്ങനെ തുടങ്ങും? ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. അതിനെന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ തുടങ്ങാനേ? അല്ല, നിങ്ങളേൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ അതുണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടേ, ഞാനിത് എങ്ങനെ തുടങ്ങും? ആ ബെസ്റ്റ്, ഇതിപ്പോൾ ഇച്ചേച്ചിയോട് സംസാരിക്കാൻ ഞങ്ങൾ പറഞ്ഞു തരണോ? ഇച്ചാനങ്ങ് പോയി സംസാരിച്ചാൽ പോരെ? എടാ, അത് മിഴിയല്ല, ഇവരുടെ ലച്ചുവാ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാനേ. അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ, അതാ ഞാൻ ചോദിച്ചത്. ഓ ഐ സി, ഞാൻ അത് മറന്നുപോയി. ഇപ്പം നമ്മുടെ ഇച്ചേച്ചി അല്ലല്ലോ, ഇവരുടെ ലച്ചു വെച്ചല്ലേ. അപ്പോൾ ഇവരോട് ചോദിച്ചാൽ പോരെ, ഇവർ പറഞ്ഞില്ലേ? ഇപ്പൊ അങ്ങനെ ആയോ? ഞങ്ങളുടെ ചേച്ചി മാത്രമല്ലല്ലോ, നിങ്ങളുടെ ഇച്ചേച്ചിയല്ലേ, അപ്പൊ നിങ്ങൾക്കും സഹായിക്കാം. ഞങ്ങളുടെ ഇച്ചേച്ചിക്ക് തന്നെയാ, ഇപ്പം നിങ്ങളുടെ ചേച്ചിയല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഐഡിയ നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. അതെന്താ, നിങ്ങൾ ആലോചിച്ച ഐഡിയ ഒന്നും കിട്ടൂല, ഞങ്ങൾ മാത്രം ആലോചിച്ചാൽ ഐഡിയ കിട്ടുള്ളൂന്നുണ്ടോ? ഞങ്ങൾ ആലോചിച്ചിട്ട് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങൾ ആലോചിച്ചാൽ അത് നല്ലത് കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ആണല്ലേ, എന്നാ അത്രയ്ക്ക് വലിയ സഹായമൊന്നും ചെയ്യണ്ട. ഏറ്റില്ല എന്ന് മനസ്സിലായില്ലേ? ഇനി അവിടെ മിണ്ടാതിക്ക്. ഞാനൊരു കാര്യം പറയാം. ഇച്ചേച്ചിക്ക് കുറേ വീക്ക്നെസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? അത് ഇയാള് പറഞ്ഞേ ശരിയാ. ഇച്ചേച്ചിക്ക് ഒരുപാട് വീക്ക്നെസ്സും അതുപോലെ തന്നെ കുറേ ഹോബീസും ഉണ്ട്. ലൈക്ക് പുസ്തകം വായിക്കുക, പെയിൻറ്റിങ്, ഇടയ്ക്ക് അല്ലൂട്ടൻ്റെ കൂടെ ഇരുന്ന് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അതുപോലെ കുക്കിംഗ്. ദാറ്റ് വൺ, കുക്കിങ്. ഈ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ ചായ? കുക്കിംഗ്. എൻ്റെ പൊന്നു ചായ കിടന്ന് വാട്ടളിക്കാതെ കാര്യം പറ, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് പറ. എടാ, കുക്കിംഗ് ഒക്കെ എടാ എനിക്ക് നടക്കൂല, നിങ്ങൾക്ക് അറിയുന്നല്ലേ. കത്തി കണ്ട എനിക്ക് അത് എങ്ങനെ പിടിക്കണ്ടെന്ന് പോലും അറിയില്ല. അച്ഛേ, അതുപോലെ അറിയില്ലേ? മോശാട്ടോ, മോശമായി പോയി. ആ കൊച്ചിന് വരെ മനസ്സിലായി നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന്. എന്താണ്, ഒരു കത്തി പിടിക്കാൻ പോലും അറിയില്ലേ? അയ്യോ, പറയുന്ന രണ്ടുപേർക്കും ഇങ്ങോട്ട് നല്ല കുക്കിംഗ് അറിയാലോ. ഒന്ന് പോടാ, നിങ്ങളൊക്കെ അങ്ങോട്ട് കുക്കിങ്ങിൽ PhD എടുത്തല്ലേ. മര്യാദക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാറിയുന്ന ഇതാ ഈ ഇരിക്കുന്ന എസ്രയ്ക്ക. അല്ലാതെ വല്ലാതെ എൻ്റെ മക്കളെ എന്നോട് ഇങ്ങോട്ട് പറയല്ലേ.
അതിപ്പോ എല്ലാവർക്കും കുക്കിംഗ് അറിയണമെന്നുണ്ടോ? ഇതിപ്പോ നമ്മുടെ കൂട്ടത്തിൽ എസ്രച്ചായനെ അറിയാലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? എന്റെ കർത്താവേ, പോത്ത് പോലെ വളർന്നു എന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ. ചാച്ചന്മാർക്ക് കുക്കിംഗ് അറിയില്ലല്ലേ? കുരിപ്പ, ഈ ഇരിക്കുന്നതിന്റെ മുതലാണെന്ന് ഞാൻ നോക്കൂല, എടുത്ത് എറിയലാവും. നീ പോടാ ചാച്ചാ. പോടാന്നോ ഈ ചായ? അത് നീ ചോദിച്ചു വാങ്ങിയതാ, മിണ്ടാതെ അവിടെ ഇരിക്കെ, ഇതിനൊരു തീരുമാനാക്കട്ടെ ആദ്യം. അപ്പൊ എങ്ങനെ ഈ ചായ കിച്ചണിൽ കയറുകയല്ലേ? ഇനിയിപ്പോ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ, കേറേണ്ടി വരൂ. ചേട്ടാ, ഈ ഐഡിയ വർക്കാകുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ കൊണ്ട് ചേച്ചിക്ക് ഒരിക്കലും ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ചേച്ചിക്ക് മെൻ്റലി ഒരു സ്ട്രെസ് ഉണ്ടാകാതായിരിക്കണം ചേട്ടൻ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്. ചേച്ചിക്ക് ഒരിക്കലും ഓവർ സ്ട്രെസ് കൊടുക്കാതെ, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യം ചേട്ടൻ ചേച്ചിയോട് പറയുകയും വേണം. ഒരു പക്ഷേ ചേട്ടൻ പറയുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായാൽ, എന്റെ കർത്താവേ, ഇവിടെ നാക്കെടുത്ത നെഗറ്റീവേ പറയത്തുള്ളൂ. ഒന്ന് ചെയ്തു തുടങ്ങിയില്ല, അപ്പോഴേക്കും അവൾ നെഗറ്റീവ് പറയാൻ തുടങ്ങി. അത് താനൊന്ന് വായടിച്ചു വെക്കേ, ഞാനല്ലേ പറയുന്നത്. ഇല്ലടി, ഞാൻ വാടിച്ചു വെക്കത്തില്ല. എന്തേ? ഓ, നീ നിർത്തുവോ? അപ്പേ ലച്ചുവിന്റെ അടുത്തേക്ക് പൊക്കോ. നിങ്ങൾ മിണ്ടി പോവരുത്. കൊച്ചിനെ കൊണ്ട് വരെ പറയിപ്പിക്കുകയാണല്ലോ രണ്ടും കൂടി. നാണം കെടുത്തുവോ? എന്റെ കർത്താവേ, കാത്തോണേ, അറിയാത്ത പണിക്കാ ഞാനീ പോകുന്നത്. ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യണോ? എന്താ? അല്ല, ഞാൻ സഹായിക്കണോ എന്ന്. ഏയ്, വേണമെന്നില്ല. വിച്ചു കുഞ്ഞി, അവരെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല, അവരുടെ അല്ലൂട്ടിന്റെ കൂടെയാ. സഹായിക്കണമെന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്നാലും വന്നതല്ലേ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാടോ. ഇയാൾക്കിപ്പോ എന്നെ സഹായിക്കണമെന്ന് നിർബന്ധമാണോ? എന്നായിരിക്കുന്ന പച്ചക്കറി ഒന്ന് അരിഞ്ഞു തരുമോ? എന്താന്ന്? ആയിരിക്കുന്ന പച്ചക്കറി ഒന്ന് അരിഞ്ഞു തരുമോ? തീർന്നു. അടുക്കളയിൽ കയറി ഒരു കത്തി പിടിക്കാൻ പോലും അറിയാത്ത ആളാ എന്റെ ഇച്ചായൻ. അതിനോടാ പച്ചക്കറി അരിയാൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, എന്നോട് തന്നെ നീ ഇത് ചെയ്യണം? എഴി, നിനക്കറിയുന്നല്ലേ എനിക്ക് കത്തിയെന്ന് പറഞ്ഞാലേ പേടിയാ. എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. ഓ, ഇപ്പൊ എന്തായി? ഈ അണ്ണാന്റെ ഫിഗർ കട്ടുകൾ വാ തുറന്നപ്പോ ഞാൻ പറഞ്ഞതാ ഇതിങ്ങനെ ആവത്തുള്ളൂ എന്ന്. എടോ, ഏട്ടന് കുക്കിംഗ് അറിയില്ലാന്ന് ഏട്ടൻ ആദ്യമേ പറഞ്ഞതാ, എന്നിട്ട് എന്തിനാടോ താൻ അതിന് എന്നെ പറയുന്നത്? എടി അണ്ണാകുഞ്ഞെ, നിന്റെ തിരുവ തുറന്നപ്പോഴേ ഞാൻ കരുതിയതാ ഇതിങ്ങനെ അവസാനിക്കത്തുള്ളൂ എന്ന്. ഓ, പിന്നെ ഇയാളെ കണ്ടാ പിന്നെ വലിയ ഋത്തിക് റോഷൻ ആണെന്നുള്ള വിചാരം. പൂച്ചയ്ക്ക് പരിണാമം സംഭവിച്ച പോലത്തെ ഒരു മുഖവും. അതേടി, എന്നെ കണ്ട ഷാറൂഖ് ഖാനായിട്ടും ഋത്തിക് റോഷനൊക്കെ ആയിട്ട് തോന്നും. അതിന് നിനക്കെന്താ? ഓ, കണ്ടാലും പറയും ഷാറൂഖ് ഖാനും ഋത്തിക് റോഷനൊക്കെ അറിയോ ആവോ അവർക്ക് ഇതുപോലെ ഒരു അപരനുള്ള കാര്യം. നിർത്തടി. അവളും അവളുടെ ഒരു നെഗറ്റീവും വാ തുറന്ന നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. ഇതിനും മാത്രം നെഗറ്റീവൊക്കെ എവിടെ നിന്നാ കിട്ടുന്നത്? ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് പോലും ഇല്ലല്ലോ ഇത്രയ്ക്ക് നെഗറ്റീവ്. നിനക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും നെഗറ്റീവ്. ഒരു പോസിറ്റീവെങ്കിലും പറയോ? അതുമില്ല. പറയുന്നവരൊക്കെ അത് നല്ലതാണെന്ന് പറയാനും സമ്മതിക്കുന്നില്ല. ഒന്ന് വാ അടച്ച് വെക്കുവോ? ഞങ്ങളിതെങ്കിലും നടത്തിക്കോളാം. ഒന്നും വേണ്ട, ഒന്ന് വാ അടിച്ച് നിന്നാ മതി. നെഗറ്റീവ് മാത്രം പറയരുത് പ്ലീസ്. തനിക്ക് എന്താടോ? താൻ എന്നോട് മാത്രം മനഃപൂർവ്വം വഴക്കടിക്കാൻ കാരണം നോക്കി നടക്കുവാണോ? ഓ പിന്നെ, നിന്നോട് തർക്കിക്കാൻ കാരണം നോക്കി നടക്കല്ലേ എന്റെ പണി. ഒന്ന് പോടി. താൻ പോടൂ, പോയി തന്നെ കെട്ടിയോടെ വിളിച്ചാ മതി. അതിന് ഞാൻ കെട്ടിയിട്ടില്ലല്ലോ. ഒരു ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ അത് തനിക്ക്.
എന്തോ എങ്ങനെ? അയ്യടാ, തൻ്റെ ഒക്കെ കെട്ടിയാളാവുന്നത് നല്ലത്, കെട്ടാതിരിക്കുന്നത് തന്നെയാ. ഓ പിന്നെ നിന്നെ കെട്ടാൻ കൊച്ചി രാജാവിന്റെ കൊച്ചുമോൻ വരില്ല, നോക്കിയിരിക്കത്തേ ഉണ്ടാവുള്ളൂ. കൊച്ചി രാജാവിന്റെ കൊച്ചുമോൻ വന്നിട്ടില്ലെങ്കിലും തന്നെ പോലെ ഒരുത്തനെ കെട്ടുമെന്ന് താൻ കരുതണ്ട. ഓ പിന്നെ ഇപ്പൊ കെട്ടാ, നോക്കിയിരുന്നോ. ഒരു പെണ്ണിനെ കെട്ടാന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ. അതെന്താടോ, എന്നെ കണ്ട പെണ്ണാണെന്ന് പറയില്ലേ? നീ പെണ്ണാണോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്തേ? എടോ, തന്നെ ഞാനൊന്ന് കൊല്ലോടോ. എന്റെ കർത്താവേ, ഇതിപ്പോ അവർക്ക് മുന്നിൽ ഇവര് രണ്ടും തല്ലിച്ചാവുമല്ലോ. പിന്നെ ഇങ്ങോട്ട് പാടി, എന്റെ രണ്ട് കൈയും ഫ്രീ അല്ലേ. എന്റെ പൊന്നിച്ചായ ഒന്നിങ്ങോട്ട് വന്നേ, എന്നെ വിടടാ, ഇവളെ ഇന്ന് ഞാനുണ്ടല്ലോ. വിച്ചേച്ചി ഒന്നിങ്ങോട്ട് വാ, എന്റെ വീട് തന്നു, ഇയാളെ ഞാൻ എന്നുണ്ടല്ലോ. പൊന്നു മോളെ, എന്നോട് പിടിച്ചു നിൽക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ മാത്രം നീ വാ തുറന്നാ മതി. താനൊന്ന് പോടോ, തനിക്കെന്നെ അറിയില്ല. താൻ ഇവിടെ കിടന്ന് ചാടി കളിച്ച പേടിക്കാൻ ഞാൻ LKG പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. അയ്യോ, ഒരു കുട്ടി വന്നിരിക്കുന്നു. കണ്ടാ 3-4 കുട്ടികളുടെ അമ്മയാണെന്ന് പറയല്ലോ. പിന്നെ എനിക്ക് അറിയണം എന്നൊന്നുമില്ല. അല്ല, നിനക്ക് സമ്മതാണെങ്കിൽ ഒന്ന് നോക്കാം. ഡോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വെറുതെ ചൊറിഞ്ഞോണ്ട് വരുക ചൊറിയുമ്പോഴോ. ആരടി ചൊറിയുമ്പോഴോ? താൻ തന്നെയാ ചൊറിയുമ്പോഴോ. പൊന്നു പെങ്ങളെ, ഇതിനെ വിളിച്ചോണ്ട് പോയിക്കോ, ഇല്ലെങ്കിൽ ചുമരുന്ന് വടിച്ചെടുക്കേണ്ടി വരും. എടോ, ആരെയാ വടിച്ചെടുക്കണ്ടെന്ന് നമുക്ക് നോക്കാം. ആടി നോക്കാം. എന്റെ പൊന്നു കർത്താവേ, ഇന്നേ വരെ ഒരു സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്നെ കൊണ്ടാ ഇവളീ കത്തിയൊക്കെ എടുപ്പിക്കുന്നത്. ഞാനിത് വെച്ച് എന്ത് ചെയ്യാനാ? എന്താ കഴിഞ്ഞോ? അല്ല, ഇത് അരിയണം എന്ന് നിർബന്ധാണോ? ഇങ്ങനെ തന്നെ വെച്ചാ പോരെ? പറ്റില്ലല്ലേ? പോടോ, ഇറങ്ങി പോവാനാ പറഞ്ഞത്, വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. പോയിട്ട് എന്തായെന്ന് ചോദിച്ചാ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അത് ഞങ്ങൾ കണ്ടിരുന്നു. കുക്കിംഗ് അറിയത്തില്ലല്ലേ? അതെനിക്ക് പറ്റിയ ഏരിയ അല്ല. അല്ല, ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി? അതുണ്ടല്ല അച്ഛേ, ചാച്ചനും ജയമ്മയും തമ്മിൽ മുടിഞ്ഞ തല്ല്. അപ്പൊ അവര് രണ്ടുപേരും കൊണ്ട് ചാച്ചന്മാരും കൊച്ചും കുഞ്ഞെല്ലാം കൂടി റൂമിലേക്ക് കൊണ്ടുപോയി. കർത്താവേ, അതിനും കൂടി ഞാൻ സാക്ഷിയാകേണ്ടി വരുമോ? എന്റെ പൊന്നിച്ചായ, എന്താ പ്രശ്നം? എന്തിനാ അവളോട് ചൂടായത്? എന്തിനാന്ന് നിങ്ങൾ കണ്ടതല്ലേ? അഹങ്കാരി, അണ്ണാകുഞ്ഞിന്റെ ഫിഗർ വെച്ച് നടക്കുക അവള്. എന്റെ പൊന്നു കർത്താവേ, നീ ഇവിടുന്ന് പോകുന്ന വരെ അതിന്റെ മുഖം കാണേണ്ടി വരുമല്ലോ. നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ പറയുമ്പോ മാത്രം അയാൾക്ക് എന്തെങ്കിലും ന്യായം കുറ്റം ഉണ്ടാവും. ചൊറിയുമ്പോഴും. ധനുജി, ഈ വിച്ചേച്ചിക്ക് എന്താ പറ്റിയത്? ആർക്കറിയാം, ആ ചേട്ടനെ കണ്ടപ്പോ തുടങ്ങിയതാ ഈ തുള്ളിക്കളി. എടാ, നിനക്കിത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതുവരെ ഒന്നും തോന്നിയില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, ആ ചാടിക്കളിച്ചു പോയ മുതല് പറഞ്ഞു നീ കേട്ടോ? അറിയണം എന്നില്ല, നിർബന്ധാണെങ്കിൽ അറിയാമെന്നൊക്കെ. അങ്ങനെ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പെണ്ണിനോട് അങ്ങേര് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാത്ത മിസ്റ്റർ എസ്ര തോമസ് ആദ്യമായി ഒരുത്തിയുടെ മുന്നിൽ മുട്ടുകുത്തി. അതാണ് ആ പോയ ആള്, ആ അണ്ണാകുഞ്ഞ്. അതിൻ്റെ മുന്നിലാണ് നമ്മുടെ ഇച്ചാൻ വീണു പോയത്. വികാതക്കാൻ മൂപ്പന് നല്ലോണം ശ്രമിച്ചാണ്, പക്ഷെ വീണു പോയി. നീ ഉദ്ദേശിച്ചത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതാണോ? ഏയ്, അതൊരിക്കലല്ല. ഇവരുടെ കാര്യത്തിൽ ഞാനതങ്ങനെ പറയില്ല. ഇവരുടെ കാര്യത്തിൽ ലവ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പം അതാണ് മിസ്റ്റർ എസ്ര തോമസിന് പ്രണയം വന്നിരിക്കുന്നു, അതാണല്ലേ? അപ്പോൾ ഇതെവിടെ വരെ പോകും എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കാനൊന്നുമില്ല. ഇവിടുന്ന് പോകുമ്പോൾ കൂടെ അതും ഉണ്ടാകും, അത്രയേ ഉള്ളൂ. നീ നോക്കിക്കോ. വിച്ചു,
നീ എന്താ കഴിക്കാത്തത്? നിന്റെ മുഖത്തിന് എന്ത് പറ്റി? ഒരു കനം പോലെ. ഒന്നുമില്ല ചേച്ചി, കുറച്ച് ആളുകളുടെ മുഖം കൊണ്ട് കാണുമ്പോൾ ചൊറിഞ്ഞു വരുവാ. ചൊറിഞ്ഞു വന്നെങ്കിൽ നിന്റെ മറ്റവനോട് ചൊറിഞ്ഞു തരാൻ പരടി. നമ്പലി ഒന്നിച്ചായ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇതൊന്ന് കഴിച്ചു തീർത്തോട്ടെ. ചേച്ചി സോറി, അല്ലോട്ടൻ്റെ കൂടെ ഇരുന്ന് ടൈം പോയതറിഞ്ഞില്ല. ഞങ്ങളെ വിളിക്കാറുന്നില്ലേ അടുക്കളയിൽ കയറിയപ്പോ? എന്തിനാ ഒറ്റയ്ക്ക് കയറിയത്? അത് സാരമില്ലടാ, ഇത് ഞാൻ എന്നും ചെയ്യുന്നത് തന്നെയല്ലേ, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഇന്നൊരു അസിസ്റ്റൻറ്റിനെ കിട്ടി. ആളെനിക്ക് നല്ല സഹായം ചെയ്തെന്നാണ്. അതുകൊണ്ട് രണ്ടാമത് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. പാവം അത് കത്തി പിടിക്കാനറിയില്ല തോന്നുന്നുണ്ട്. നാണം കേട്ട് ഇനി ആ വഴിക്ക് പോകേണ്ടി വരില്ല. വേണ്ട ചെയ്യാതിരിക്കാം.